ഹലോ മലയാളി മക്കളെ, ഇന്ന് വന്നിട്ട് നമ്മുടെ വീട് ഷിഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഗേൾസിൻ്റെ പുതിയ ഡേ തുടങ്ങുകയാണ്. അപ്പോൾ രാവിലെ തന്നെ അവർ രാവിലെ ഇന്നലെ വൈകിട്ട് തന്നെ ടാസ്കിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അതായത് അവർ കൊടുത്തിട്ടുള്ള അങ്ങനത്തുള്ള ടാസ്ക് ഒന്നും നമുക്ക് വേണ്ട, ഇന്നതിന് ചെറിയ ചെറിയ ടാസ്ക് കൊടുത്താൽ മതി എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നെ സ്വാപ്പ് ചെയ്യുന്നതിൻ്റെ കാര്യം, ആരാണ് പോകുന്നത്, തർഷിക ആനന്ദി ഇൻട്രസ്റ്റഡ് ആണ്, ഇതിൽ ആരാണ് പോകുന്നത് എന്നതൊക്കെ നിശ്ചയിക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ രാവിലെ മഞ്ജരി വന്നിട്ട് മുത്തിനൊരു ടാസ്ക് കൊടുക്കുന്നുണ്ട് ഇപ്പുറത്ത് കയറിയതിന്. അതായത് അനൗൺസ്മെൻറ്റും കാര്യങ്ങളും വന്നിട്ടില്ലെങ്കിൽ പോലും ഇവർക്കിടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ രീതിയിൽ ഒരു ടാസ്ക് പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ സൗന്ദര്യയോട് പറയുന്നുണ്ട് അവനോട് അത്രയൊന്നും ചെയ്യേണ്ട, കുറച്ച് ചെയ്തിട്ട് നിർത്തിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. സൗന്ദര്യം ഏൽപ്പിച്ചിട്ട് മഞ്ജരിയുടെ കാര്യം നോക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് അരുണാണ് ക്യാപ്റ്റൻസി മാറിയിട്ടില്ല. അപ്പോൾ അരുൺ ഇടപെട്ട് ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞാൽ കുറേ ബഹളങ്ങൾ ഉണ്ടാക്കുന്നത്. സത്യം പറഞ്ഞാൽ അരുണ് അത് ആവശ്യമില്ലാത്ത ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അരുണിൻ്റെ ആ ക്യാരക്ടർ, അതായത് അരുൺ അവിടെ ജീവിച്ചിരിപ്പുണ്ട്. കഴിഞ്ഞ ഒരു 2 ആഴ്ച, അതായത് ആദ്യം തുടക്കം ഒരു 2 ആഴ്ച അരുൺ എന്നൊരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നില്ല. അത് വെച്ച് തന്നെയാണ് അരുണിൻ്റെ കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അരുൺ ഇൻവിസിബിൾ ആണെന്നൊക്കെ പറഞ്ഞ്, വിസിബിൾ ആവുന്നില്ല എന്ന് പറഞ്ഞ്. പക്ഷേ കുറേ നാളായിട്ട് നമ്മുടെ വൈൽഡ് കാർഡ് വന്നതിൽ പിന്നെ അരുൺ ഒത്തിരി ഞാനിവിടെ ഉണ്ട് എന്നത് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇതും കൂടെ കാണിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. ക്യാപ്റ്റൻസിയുടെ അവസാനത്തെ ദിവസമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ സൗന്ദര്യയും അരുണും അതേപോലെ മഞ്ജരിയും അരുണും കൂടെ വഴക്കുണ്ടാവുന്നുണ്ട്. മഞ്ജരി കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ രീതിയിൽ ഞാൻ ചെയ്തതാണ്, പക്ഷേ അത് അങ്ങനെ ആയിപ്പോയി എന്ന് പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അതായത് അൻഷിത അതേപോലെ തന്നെ വിശാല, സത്യം പറഞ്ഞാൽ അരുണും അതിൽ ഉറങ്ങുന്നുണ്ട്, അത് കാണുന്നില്ല. ഉറങ്ങുമ്പോഴത്തേക്ക് വർഷിനി പറയുന്നുണ്ട് അരുൺ നമ്മുടെ വിശാല ഉറങ്ങിയിട്ടുണ്ട്, അതിന് പണിഷ്മെൻറ്റ് കൊടുക്കണം, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ അരുൺ പറയുന്നത്. അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിൽ മാറുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പവിത്രയും ഇരുന്നുണ്ട്. അപ്പോൾ ഉറങ്ങുമ്പോഴത്തേക്ക് ഉറങ്ങുന്നവർക്ക് ടാസ്ക് കൊടുക്കാൻ, അവിടെ അടുത്തിരിക്കുന്നവർക്ക് ടാസ്ക് കൊടുക്കാൻ ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ്. അപ്പോഴത്തേക്ക് ഉടനെ ആരൊക്കെ, അൻഷിത രാവിലെ ഉറങ്ങിയില്ല, അൻഷിതയ്ക്കും കൊടുക്കാം, അതേപോലെ തന്നെ പവിത്ര ഉറങ്ങിയില്ലേ, അപ്പോൾ അവൾക്കും കൊടുക്കാം എന്ന് പറഞ്ഞു. അതിൻ്റെ അടുത്ത് നിൽക്കുന്ന 2 പേര് ആരാണെന്ന് ചോദിക്കുമ്പോൾ ആനന്ദിയും വർഷിനിയുമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ വർഷിനി പറയേണ്ട, അങ്ങനെയാണെങ്കിൽ വിശാലിനും കൊടുക്കണം. അതിന് ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ ഫ്രണ്ട് ആയതുകൊണ്ട് ഹൈഡ് ചെയ്യാണോ, അങ്ങനെയാണ് കുറേ ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് പണിഷ്മെൻറ്റ് കൊടുക്കാതിരിക്കാൻ അരുൺ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ അത് വർഷിനി വിട്ടില്ല കേട്ടോ. ഏറ്റവും ഒടുവിൽ ദീപക് വന്നിട്ട് വിശാലിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അതേപോലെ ആനന്ദിയും വർഷിനിയും ടാസ്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ചെയ്യുമ്പോൾ ടാസ്ക്കാണ്, അതായത് നമ്മുടെ ക്യാപ്റ്റൻസി നാരങ്ങ സ്പൂണിൽ വെച്ചിട്ട് ഹോൾഡ് ചെയ്ത് നടക്കണം. അത് എത്ര മണിക്കൂർ ചെയ്യുന്നോ അവരാണ് ക്യാപ്റ്റൻ ആകുക. നമ്മുടെ വിശാലും മഞ്ജരിയും കൂടെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മഞ്ജരിയാണ് കേട്ടോ ജയിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അടുത്ത ക്യാപ്റ്റനായിട്ട് നമ്മുടെ മഞ്ജരി മാറിയിട്ടുണ്ട്. 8 to 3 മഞ്ജരിക്കുള്ള ക്രൗണ് കൊടുക്കുന്നുണ്ട്, ഓൾഡ് ക്യാപ്റ്റൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ക്യാപ്റ്റൻസി നേടിയിട്ടുള്ള ആൾക്കാർക്ക് റോയൽ എൻഫീൽഡിൻ്റെ ഒരു സമ്മാനം ഉണ്ടെന്നും കൂടെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏറ്റവും അവസാനം ബിഗ് ബോസിൻ്റെ അവസാനമായിട്ട് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നീട് സ്വാപ്പ് ചെയ്ത അൻഷിതയും റയാനും അപ്പുറത്തിപ്പുറത്തും പോകാൻ തന്നെ പറയുന്നുണ്ട്. പിന്നെ അടുത്ത ആരാണ് സ്വാപ്പ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഗേൾസിൻ്റെ ഭാഗത്തുനിന്ന് ആനന്ദിയും ബോയ്സിൻ്റെ ഭാഗത്തുനിന്ന് സത്യമാണ് കേട്ടോ. ഇനി അത് കഴിയുമ്പോഴത്തേക്ക് കുക്കിംഗ് ആരൊക്കെയാണെന്ന്, ബോയ്സിൽ നിന്നും ജഫ്രിയും മുത്തുകുമാറും റാണവുമെന്നും, ഗേൾസിൽ നിന്നും തർഷിക, അൻഷിത, അതേപോലെ സാച്ചിനെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. വാട്ടറിൻ്റെ ഇൻചാർജ് ജാക്ലീനും, അതെടുക്കാൻ വരുന്നത് റെപ്രസെൻറ്റേറ്റീവ് അരുണും, അതേപോലെ തന്നെ സ്റ്റോറിൽ പവിയാണ് ഇൻചാർജ്. അതേപോലെ ആണുങ്ങളിലും ഒരു സ്റ്റോറിൽ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാകുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് ശിവയെ ആക്കുന്നുണ്ട് കേട്ടോ. കുക്കിംഗ് ടാസ്ക് ഒക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് സൗന്ദര്യയും സാച്ചിനെയും വർഷിനിയാണ് കേട്ടോ ചെയ്യുന്നതായിട്ട്. മറ്റേ ബോയ്സിൻ്റെ അകത്തിട്ട് സത്യമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അത് കഴിയുമ്പോൾ ഇനി നോമിനേഷൻ. അപ്പം ആണുങ്ങൾ പെണ്ണുങ്ങളെയും പെണ്ണുങ്ങൾ ആണുങ്ങളെയും വേണം നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്യാപ്റ്റൻ ആയിട്ടുള്ള മഞ്ജരിയെ ചെയ്യാൻ പാടില്ല. പിന്നെ റയാൻ വന്നിട്ട് വർഷിനിയും, അൻഷിത വന്നിട്ട് മുത്തുകുമാരൻ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് വന്നിട്ട് വിശാൽ, സൗന്ദര്യം, ജാക്ലിന്, രഞ്ജിത്ത്, ആനന്ദി, സൗന്ദര്യ, മുത്തുകുമാർ, തർഷിക, പവിത്ര, സത്യ വന്ന് സൗന്ദര്യ, ആനന്ദി, ശിവകുമാർ വന്ന് ആനന്ദി, പവിത്ര, ജഫ്രി വന്ന് സാച്ചന, പവിത്ര, റാണവ് വന്നിട്ട് അൻഷിത, ജാക്ലിന്, ദീപക് വന്ന് സാച്ചന, തർഷിക, അരുൺ വന്ന് ജാക്ലിൻ, സൗന്ദര്യ, ജാക്ക് വന്ന് അരുൺ, വിശാൽ, സാച്ചന വന്ന് ശിവകുമാർ, റയാന, മഞ്ജരി വന്നിട്ട് റയാന,
അരുണ്, സൗന്ദര്യ വന്നിട്ട് അരുണ്, റാണവ്, ആനന്ദി, ദീപക്, റയാന്, പവിത്ര വന്നിട്ട് വിശാൽ, സത്യ, വർഷിണി വന്നിട്ട് ശിവ, റാണവ്, തർഷിക വന്നിട്ട് ശിവ, രഞ്ജിത്ത്, ഇത്രയും പേരെ ഇങ്ങനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനം സൗന്ദര്യ, മുത്തുകുമാർ, വർഷിണി, റയാന്, റാണവ്, ശിവകുമാർ, ജാക്ലിൻ, ആനന്ദി, വിശാൽ, അതേപോലെ തന്നെ പവിത്ര, സാച്ചിന, അരുൺ, ഇത്രയും പേരാണ് കേട്ടോ ഈ ആഴ്ചയിലെ നോമിനേഷനിൽ ഉണ്ടായിരിക്കുന്നത്. പിന്നീട് വന്നിട്ട് ഷോപ്പിംഗ് ടാസ്ക് ആണ് കേട്ടോ. അതായത് ഒരു ഇതിനകത്ത് കുറേ വാഴപ്പഴം വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഓപ്പോസിറ്റ് ചെയറിൽ ആൾക്കാരിക്കണം. മൊത്തം 6 പേര്, ഒരു ടീമിൽ നിന്ന് 6 പേര് വരണം. എന്നിട്ട് അവർക്ക് കണ്ണ് കെട്ടിയിട്ടുണ്ടാവും. അവരെ കഴിപ്പിക്കുക എന്നതാണ് ടാസ്ക്. ആൾ മാറി കഴിച്ചാലും 1000 രൂപ കിട്ടും, അല്ലാതെ ആണെങ്കിലും 1000 രൂപ കിട്ടും എന്നുള്ളതായിരുന്നു. അങ്ങനെ ഗേൾസ് മൊത്തം 11,000 രൂപയും ബോയ്സ് 9,000 രൂപയും 9,000 രൂപയും നേടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഗേൾസിൽ നിന്ന് ജാക്ലിൻ, സാച്ചിനെയും ആനന്ദിയും അൻഷിതയും, അതേപോലെ ബോയ്സിൽ നിന്ന് മുത്തുകുമാറും, ദീപക്കും, വിശാലും കൂടിയാണ് കേട്ടോ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. സാച്ചിന ആണെങ്കിൽ ഒത്തിരി വഴക്കുണ്ടാക്കി ഞാൻ പൊക്കോളാം എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് ആർഗ്യുമെൻ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബോയ്സ് വന്നിട്ട് 9,180 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് സാരമില്ല, ജസ്റ്റ് മിസ്സാന്ന് പറയുന്നുണ്ട്. ഗേൾസ് വന്നിട്ട് 12,040 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി കൂടുതലാണ്. അപ്പോഴത്തേക്ക് ബിഗ് ബോസ് ഉണ്ട് ആണുങ്ങളുടെ സാധനങ്ങൾ എത്തിക്കുന്നതാണ് ഗേൾസിന് എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് തരത്തുള്ളൂ എന്ന് ഗേൾസിനോട് പറയുകയാണ് കേട്ടോ. അങ്ങനെ ബിഗ് ബോസ് വാർണിംഗ് കൊടുക്കുന്നുണ്ട്. 6 ബോട്ടിൽ തന്നെ ജാം ഇവർ എടുക്കുന്നുണ്ട്. അതൊക്കെ എന്തിനാണെന്ന് ബിഗ് ബോസ് ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാച്ചിനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ സാച്ചിനെ എല്ലാവരും കുറ്റം പറയണം. അപ്പോൾ സാച്ചിന് പറയണം ഇവിടുന്ന് പോയപ്പോൾ എന്നോടാണ് ജാം എടുക്കാൻ പറഞ്ഞത്, പിന്നെ എന്തിനാണ് ജാക്ലിൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും കുറ്റം പറയുമ്പോൾ എന്നെ പറഞ്ഞു, ഞാൻ അവരെ പറയേണ്ടതെന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത്. നാളെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ.